ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞാൽ എന്നെ കുറേ ചിന്തിപ്പിച്ച ഒരു ദിവസമായിരുന്നത്. വേറൊന്നുമല്ല, എനിക്ക് ഒരു കോൾ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. പുള്ളിക്കാരിക്ക് ഒന്ന് മരിച്ചാൽ മതി. 2 പിള്ളേരുണ്ട്, പിള്ളേരെയും കൊണ്ട് മരിക്കാൻ പോവുക. സത്യം പറഞ്ഞാൽ വിളിച്ചിട്ട് ഉടനെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞ എന്താണ് കാര്യം, എന്താണ് അത്? വേറൊന്നുമല്ല, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഒരുപാട് മദ്യപിക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോഴും ഇന്നലെ രാത്രി എങ്ങാണ്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് എൻ്റെ കൂട്ടുകാരി ഒരുപാട് ദേഹോപദ്രവം ചെയ്തു. പുള്ളിക്കാരിയുടെ തലയൊക്കെ നല്ലതുപോലെ ബൾജ് ചെയ്തൊക്കെ ഇരിപ്പുണ്ട്. അന്നേരം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സൂസൈഡ് ചെയ്യാൻ വേണ്ടി പോകാൻ പുള്ളി, എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, ഇയാളുടെ കൂടെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നും എനിക്ക് അടിയും കുത്തുവാക്കുകളും ചീത്ത വാക്കുകളും ഒക്കെയാണ് എന്ന് പറയുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് അവളെ അറിയാം, അവളുടെ സാഹചര്യം എനിക്കറിയാം. 2 പിള്ളേരുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. 2 പേര് മക്കൾ പഠിക്കുകയാണ്, ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടേ എപ്പോഴും പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ എന്നും ഈ കുട്ടീനെ ഒരുപാട് ഉപദ്രവിക്കും. വീട്ടിൽ നിന്ന് ഇറക്കി വിടും, ഇറങ്ങിപ്പോടിയെന്ന് പറയും, മോശം വാക്കുകൾ പറയും ഒക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിലും അപ്പോഴൊക്കെ ഇവളുടെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് അവർ മരിച്ചുപോയി. അവൾക്കിപ്പം കയറി ചെല്ലാനായിട്ടൊരു വീടില്ല. അപ്പോഴൊക്കെ ഇവരുടെ അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ട്, വേണ്ട, നമുക്ക് ഈ ബന്ധം വേണ്ട, നമുക്ക് വേറെ സെപ്പറേറ്റ് ആകാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴൊന്നും ഇവളത് കേൾക്കാതെ ഈ ഒരു വ്യക്തിയിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്നു. ഈ ഒരു വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കണം. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ആ വ്യക്തി കാണുന്നുണ്ടെങ്കിൽ കേൾക്കുക. ഓരോ പെണ്ണും ഓരോ സ്ത്രീകളും കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ അവളുടെ സ്വന്തം കുടുംബത്തെ, അതായത് അവൾ 20 വയസ്സിലോ 22 വയസ്സിലോ എത്ര വയസ്സിലാണ് വരുന്നതിന് അത്രയും നാളും അപ്പൻ്റെ അമ്മയുടെ സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടി വരുന്ന വീട്ടിൽ നിന്നാണ് പെട്ടെന്ന് പറിച്ചെടുത്ത കണക്ക് വേറൊരു വീട്ടിലോട്ട് വരുന്നത്. അപ്പോഴവിടെ തന്നെ അവൾക്കൊരു മാനസികമായ ഒരു മുറിവ് ഉണ്ടാകും നമുക്ക്. ആ മുറിവുകളൊക്കെ വെച്ച് കെട്ടി അവളുടെ മറ്റൊരു വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ആ വീടിനായിരിക്കും അവൾ പ്രാധാന്യം കൊടുക്കുന്നത്, ആ വീട്ടിലെ അംഗങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്, തൻ്റെ ഭർത്താവിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ത്യാഗം ചെയ്തിട്ട് വേറൊരു വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും, അതായത് ഈ പുരുഷന്മാരെന്ന് പറയുന്ന അവരോടാണ് ഇത് പറയണത് കേട്ടോ, എല്ലാവരോടുമല്ല. ഇത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യണം, മനസ്സിലാക്കണം ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഇനി അത് കഴിഞ്ഞ് ഭാര്യ എന്ന് പറയുന്ന പദവി ജീവിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ പലരും അമ്മമാരാവുന്നു, ഗർഭിണിയാവും. ആ ഗർഭകാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പുരുഷന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പല സ്റ്റേജിലൂടെ ഒരു സ്ത്രീ കടന്നു പോകുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാൻ പറ്റത്തില്ല, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അവളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവൾ ഒരുപാട് പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകും. ഇതെല്ലാം സഹിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിനെയാണ് അവിടെ തേറിക്കൊണ്ട് നടക്കുന്നത് ഈ 9-10 മാസത്തോളം. എന്നിട്ട് അവൾക്ക് എന്തോ കിട്ടുന്നു? അവൾക്കൊന്നും കിട്ടുന്നില്ല. അവിടെ ഇങ്ങനെ അവളുടെ ജീവിതം ഇങ്ങനെ ജീവിച്ച് അങ്ങനെ തീർക്കുക. പക്ഷെ അങ്ങനെ പോകുമ്പോഴത്തേക്കും പുരുഷൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഓരോ സ്ത്രീയും കടന്നു പോകേണ്ടതാണ്, അവൾ അനുഭവിക്കേണ്ടതാണ് എന്നങ്ങ് ചിന്തിക്കും. അത് തെറ്റായ ധാരണയാണ്. എന്നാൽ സ്ത്രീയെ മനസ്സിലാക്കി സംരക്ഷിച്ച് കൂടെ നിർത്തി അവളുടെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് അവളെ മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ് ഏതൊരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നെ വിളിച്ച് പറഞ്ഞ എൻ്റെ കൂട്ടുകാരുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. എനിക്ക് അവരോട് ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോളൂ, നീ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ളതാണ്, ജീവിച്ചേ പറ്റത്തുള്ളൂ. 2 കുഞ്ഞുങ്ങളുണ്ട്, മാന്യമായി എന്ത് ജോലി ചെയ്തും കുഞ്ഞുങ്ങളെ വളർത്തുക. അതിന് വൈറ്റ് കോളർ ജോബ് ഉണ്ടെങ്കിൽ സമൂഹത്തിൽ സ്ഥാനവും മാനവും ഉണ്ടാകൂ എന്നുള്ള ഒരു നിബന്ധനയുമില്ല. മാന്യമായി എന്ത് ജോലിയും ചെയ്ത് കുഞ്ഞുങ്ങളെ നല്ലതുപോലെ വളർത്തുക. സത്യം പറഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പുരുഷന്മാർ മനസ്സിലാക്കണം,
സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർച്ചയായിട്ടും പുരുഷന്മാർ മനസ്സിലാക്കിയാൽ മാത്രമേ നല്ലൊരു കുടുംബം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഈ മദ്യപാനം എന്ന് പറയുന്നതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഭാര്യയും മക്കളും തന്നെയാണ്. അവർക്ക് കാണിക്കാവുന്ന കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് അവർ കിടന്നങ്ങ് ഉറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ നേരം കൊടുക്കുമ്പോഴത്തേക്കും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവർ വീണ്ടും 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 ഈ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിലുണ്ടാകുന്ന മുറിപ്പാടുകൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരിക്കലും പോയില്ല. അവർക്കതെന്നും ഒരു തീരാവേദന തന്നെയാണ്. അതിപ്പോഴും മനസ്സിലാക്കത്തില്ല. കുറച്ചും കൂടെ കഴിഞ്ഞ് അവർ നിങ്ങളോളം എത്തുമ്പോൾ നിങ്ങളെ കണ്ട് അവർ പഠിച്ച് അവരിതുപോലെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് അവരുടെ മുമ്പിൽ കാണിച്ചതെന്ന്. അതിനാണ് നമ്മൾ കാലം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയത്തില്ലേ, അത് സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒരിക്കലും ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. ജീവിതം മുമ്പോട്ട് പോകണം. നമ്മൾ ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ മുമ്പിൽ നമ്മൾ തോറ്റുപോകുക എന്നാണ് അർത്ഥമാക്കുന്നത്. ജീവിതത്തിൽ തോൽക്കാനുള്ളതല്ല. ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ തന്നതാരാണോ അയാൾക്ക് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതിടയ്ക്ക് വെച്ച് മുറിച്ച് മാറ്റാനോ വേറെ സ്ഥലത്തോട്ട് പറിച്ച് നടാനോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് പൊരുതുക, മാക്സിമം പിടിച്ചു നിൽക്കുക. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും ഈ ലോകത്ത്, ഈ ഭൂമിയിൽ. എന്തുകൊണ്ട് പറ്റത്തില്ല? അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവരോട്, കഷ്ടപ്പെടുന്നവരോട്, സ്ത്രീകളോട്, ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളതിനേക്കാളേറെ മാനസികമായ ബുദ്ധിമുട്ടിലൂടെയാണ് ഓരോ സ്ത്രീകളും കടന്നു പോകുന്നത്. അപ്പോൾ പിടിച്ചു നിൽക്കുക, പൊരുതുക, മുന്നോട്ട് പോവുക. ലോകം ഒരുപാട് വിസ്തൃതിയുള്ളതാണ്. ഒരിക്കലും ചുരുങ്ങിയ ഒരു വീടിനുള്ളിലോ ഒരു റൂമിനുള്ളിലോ ഒതുങ്ങുന്നതല്ല. കാഴ്ചപ്പാടുകൾ മാറ്റുക, ചിന്താഗതികൾ മാറ്റുക, ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക. കൈത്താങ്ങാൻ ആരുമില്ലെങ്കിലും, താങ്ങി നിർത്താൻ ആരുമില്ലെങ്കിലും ദൈവം ഉണ്ടാവുമല്ലോ. ആരുമില്ലെങ്കിലും ദൈവം ഉണ്ടാവും. ദൈവത്തിനറിയാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.